ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 46ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ BB ഹോട്ടലിൻ്റെ ലാസ്റ്റ് ഡേ ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ ബിഗ് ബോസ് എല്ലാവരും 5 മണിയാകുമ്പോഴേക്കും എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഒരു ഹോട്ടലിലാണെങ്കിലും ഒരു 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എല്ലാ ഹോട്ടലുകളും ആക്റ്റീവായി തുടങ്ങും. ഇപ്പോൾ ഗസ്റ്റ് ആണെങ്കിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയം ഒക്കെ ആയിരിക്കാം ഒരു 6 o'clock ആ ഒരു ടൈമിലൊക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം 5 മണിക്ക് എല്ലാവരും എണീപ്പിച്ചത്. എന്താണെങ്കിലും രാവിലെ തന്നെ ആ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തത് കാരണം അത്യാവശ്യം കുറേ ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. കാരണം ഷാനവാസിനോട് റിയാസ് പറയുന്നുണ്ട് ബെഡ്ഷീറ്റ് മാറ്റണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ക്ലീൻ അല്ല അങ്ങനെ. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഡ്യൂട്ടി തുടങ്ങിയിട്ടില്ല, യൂണിഫോം ഇട്ടിട്ടില്ല, യൂണിഫോം ഇട്ടാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഈ പറഞ്ഞ പോലെ റിയാസും ഷാനവാസും തമ്മിൽ അത്യാവശ്യം നന്നായിട്ടൊരു ഇഷ്യൂ ഉണ്ടായി. ഷാനവാസ് എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് എന്താ പറയുക സാലറി തരുന്നത് ഹോട്ടലാണ്, ഗസ്റ്റല്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അങ്ങനെയുള്ളൊരു ഇത് വരണ സമയത്ത് മാനേജറിലിരിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ജനറൽ മാനേജറോ അസിസ്റ്റൻറ്റ് മാനേജറോ അല്ലെങ്കിൽ ഈവൻ ഹോട്ടലിൻ്റെ ഓണർ ഇപ്പം ആതിരയാണെങ്കിൽ പോലും ആരെങ്കിലുമൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യണമായിരുന്നു. കാരണം ഇവരെ ഇടയ്ക്ക് നിന്നിട്ട് സംസാരിക്കണമായിരുന്നു. ഇപ്പോൾ ഷാനവാസ് അവരുടെ ഒരു എംപ്ലോയിയാണ്. അപ്പോൾ എംപ്ലോയിനെ കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഗസ്റ്റിനെ ഒന്ന് ഇതാക്കാനും അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കണമായിരുന്നു ആ ഒരു ഇഷ്യൂ വലുതാവാതിരിക്കാൻ. പക്ഷെ അവർ ഷാനവാസിനെ തന്നെ ഫുൾ ബ്ലെയിമിലിട്ടു, ഗസ്റ്റാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക അങ്ങനെ ആ ഇഷ്യൂ അങ്ങനെ ഉണ്ടായി. അവസാനം ഷാനവാസിന് കൊടുത്ത പോയിൻറ്റ്സ് പോലും തിരിച്ചു വാങ്ങണം എന്നുള്ള ഒരു തീരുമാനത്തിലായി. കാരണം ഷാനവാസനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉണ്ടായിരുന്നത്, 4 പോയിന്റോ മറ്റോ ആണ്. അപ്പോൾ എല്ലാവരും അവസാനം പറഞ്ഞിരുന്നു, കാരണം നമ്മൾ കണ്ടു ലക്ഷ്മിയൊക്കെ പറഞ്ഞിരുന്നു ഷാനവാസിന് കൊടുത്ത പോയിന്റ് തിരിച്ച് വാങ്ങാനുള്ളതാണ് ഇവരെടുത്ത ഡിസിഷൻ എന്നുള്ളത്. പക്ഷേ ഷാനവാസ് എന്തായാലും അത് കൊടുത്തില്ല. ഷാനവാസ് ബുദ്ധിക്ക് തന്നെ കളിച്ചു അവസാനം. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് പോയിന്റ്സ് കൊടുത്തു. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് സാബുമാന് ഒരു സ്റ്റാറേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ആൾ അതിലും കൂടുതൽ ഡിസേർവ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി. കാരണം സാബുമോൻ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് അത് വിട്ട് നിന്നിട്ടില്ല, ക്യാരക്ടർ വിട്ട് നിന്നിട്ടില്ല, അത് അതുപോലെ തന്നെ നിന്നു. കാരണം ആ വെയിലത്ത് ഈ പ്രതിമ പോലെ നിൽക്കുക എന്ന് പറയുന്ന അത്ര വലിയൊരു കാര്യമല്ല. ചില സമയത്ത് മാത്രം വീട്ടിനകത്ത് വന്നിട്ടുള്ളൂ. പക്ഷേ ആ വീട്ടിനകത്ത് ടാസ്ക് കളിക്കുന്ന പല ആൾക്കാരും തന്നെ ടാസ്ക് നേരെ ഉൾക്കൊണ്ട് കളിക്കാണ്ട് ക്യാരക്ടർ വിടുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റണ ഫാത്തിമ ഓക്കെ അത്ര വലിയ ഒരു ടാസ്ക് കളിച്ചിട്ടില്ല. ഇപ്പോൾ അനുമോളാണെങ്കിലും അല്ലാണ്ട് ഇപ്പോൾ അക്ബർ ആണെങ്കിലൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇൻവോൾവ്മെൻ്റ് ആയി കളിച്ച പോലെ തോന്നിയില്ല, ഈവൻ ബിന്നാണെങ്കിലും. പക്ഷേ സാബുമാൻ കുറച്ച് നന്നായിട്ട് ചെയ്തതാണ് പുറത്ത്. പക്ഷേ ആൾക്ക് എന്താണെങ്കിലും ഒന്നിൽ കൂടുതൽ സ്റ്റാർ കിട്ടണമായിരുന്നു, ഡിസേർവിങ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ആൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് ആളുടെ ആ ഒരു ടാസ്ക്. പിന്നെ ബാക്കി എല്ലാവർക്കും സ്റ്റാർ കൊടുത്തിരുന്നു. അപ്പോഴും മനീഷ്, ഷാനവാസിന് എന്താ പറയുക ഇങ്ങനെ ഓരോ ഇഷ്യൂസ് വന്നപ്പോൾ അനീഷ് അവസാനം ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടു. എങ്ങനെയാണെങ്കിലും അവസാനം ആ ടാസ്ക് അവർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ റിയാസിന് കൊടുത്ത ആ ഒരു 3 സീക്രട്ട് ടാസ്കിൽ ഒരു ടാസ്ക് എന്താ പറയുക കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പല സമയത്തായിട്ടല്ല പാട്ട് പാടിയത്. അപ്പോൾ അത് കാരണം വീട്ടുകാർക്കുള്ളൊരു പണി ഇന്നുണ്ട് എന്നുള്ളത് ബിഗ് ബോസ് എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് പണിയാണെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും റിയാസ് ആ വീട്ടിൽ നിന്ന് പോയി. പക്ഷേ റിയാസ് പോയതിന് ശേഷം എനിക്ക് തോന്നുന്നു റിയാസ് വന്നപ്പോൾ ആദരയ്ക്കൊക്കെ കുറച്ചൊരു ഇത് കൂടിയതുപോലെ തോന്നി, ഒരു പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരാൾ വന്നതുപോലെയൊക്കെ ആയിട്ട്. എന്താണെങ്കിലും റിയാസ് വീട് വിട്ട് പോയി, ബാക്കി എല്ലാവരും നോർമൽ സ്റ്റേജിലായി. പിന്നെ നമ്മൾ കണ്ടത് ക്യാപ്റ്റൻസിയിലോട്ടുള്ള നോമിനേഷനാണ്. അപ്പോൾ ഇത്തവണ മുനിയിലുണ്ട്. മുനീർ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ എപ്പിസോഡിലും മുനിയിലുണ്ട്. അപ്പോൾ ഈ വീക്കിലെ ക്യാപ്റ്റൻ മുനിയിലാണ്. അത് ഞാൻ ചെറിയൊരു ഭാഗം ഞാൻ ലൈവിൽ കണ്ടിരുന്നു. ലാസ്റ്റ് എന്താണ് ഒലിയിൽ ക്യാപ്റ്റനായി. കാരണം എല്ലാ ആഴ്ചയും ക്യാപ്റ്റൻസിയിലുണ്ടാവും, പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ആൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ക്യാപ്റ്റൻസിയിൽ ആതിരയും പിന്നെ ആര്യനും ലക്ഷ്മി ഇവർ 3ലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും സെലക്ട് ചെയ്തത് ആതിരേനെയാണ് ബെസ്റ്റ് പെർഫോമൻസ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ലക്ഷ്മിയാണ് കുറച്ചും കൂടെ നന്നായിട്ട് ആ ഒരു ക്യാരക്ടർ വിടാണ്ടും കുറേ പ്രൊവോക്ക് ചെയ്യാൻ നോക്കി. ഇപ്പോൾ ശോഭയാണെങ്കിലും റിയാസ് ആണെങ്കിലും ലക്ഷ്മിനെ കുറേ
കുറേ ട്രിഗർ ചെയ്യാനും കുറേ കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ ലക്ഷ്മി ആ ഒരു മാനേജർ, ആ ഒരു ജനറൽ മാനേജർ എന്നുള്ള ആ ഒരു ക്യാരക്ടർ വിട്ടിട്ട് ഒരു കളിയും കളിച്ചിട്ടില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ ലക്ഷ്മി ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ലക്ഷ്മിയാണ് കുറച്ചും കൂടി ഡിസേർവിങ് ആ ക്യാപ്റ്റൻസിയിലോട്ട് ആതിരനെ കാട്ടിലും എനിക്കെന്ന് പേഴ്സണലി ഫീൽ ചെയ്തു. എന്താണെങ്കിലും ആതിര എന്തായാലും ക്യാപ്റ്റൻ ആയാലും ഇവർ 3 പേരാണ്. എനിക്കൊന്നും ജിസയിലും കുറേ തവണ ക്യാപ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്, ഒനിയിലും വന്നിട്ടുണ്ട്. ആതിര ആദ്യമായിട്ടാണ് വരുന്നത് തോന്നുന്നു. കാരണം ആതിര എനിക്ക് ഡിസേർവ് ചെയ്യാത്ത പോലെ തോന്നി. എന്താണെങ്കിലും ഒനിയിലാണ് ഈ ആഴ്ച ഒരു ക്യാപ്റ്റൻ ആവുന്നത് ഞാൻ ലൈവിൽ കണ്ടത്. പിന്നെ നമ്മൾ വേറെ കണ്ടത് ജയിൽ നോമിനേഷനാണ്. അതിൽ എല്ലാവരും കൂടി ഇവർ തിരഞ്ഞെടുത്തത് റന ഫാത്തിമേനെയാണ്. റന ഫാത്തിമ ഒബ്വിയസ്ലി ശരിയാണ്. കാരണം റന ഫാത്തിമയ്ക്കും പിന്നെ സാബുമാനാണ് 1 സ്റ്റാർ കിട്ടിയത്. പക്ഷേ സാബുമാൻ അത്രയും നന്നായി ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ഇനി ആളെ ജയിലിൽ കൊണ്ടിടാൻ ആർക്കും താല്പര്യമില്ല. അത് കാരണമാണ് റന ഫാത്തിമേനെ എടുത്തത്. പക്ഷേ ശരിയാണ്, കാരണം റന ഫാത്തിമ അത്ര നന്നായിട്ട് ഒരു ആക്റ്റീവ് വരാത്ത പോലെ തോന്നി. നല്ലൊരു ചോയ്സാണ്. പിന്നെ വേറൊരു ആളാണ്, വേറെ ആരാണെന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിലായിരിക്കും നമുക്ക് അറിയാൻ പറ്റുക, ജയിലിൽ പോകുന്ന ഒരാൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടത്. പിന്നെ ലക്ഷ്മിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അത് കണ്ടു. അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിനായി കണ്ടത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.